ഈ അമിത്ഷാ പറയുന്ന ഒരു കാര്യം, അതായത് ഈ രാജ്യത്ത് നമുക്കൊരു രാഷ്ട്രീയ പാർട്ടി എതിർപ്പുണ്ടെങ്കിൽ, ഒരു രാജ്യസ്നേഹിയാണെങ്കിൽ ആ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ ആ രാജ്യത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഭരണാധികാരികളെ വിമർശിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഒരിക്കലും അങ്ങനെയല്ല. രാജ്യത്തിന് വെളിയിൽ പോയിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന, പിന്നെ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന ഇന്ത്യൻ പൗരൻ എന്നാണ് എൻ്റെ വിശ്വാസം, അദ്ദേഹത്തിന് 2 പൗരത്വമൊക്കെ ഉണ്ടെന്ന് പറയുന്നു, എങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ അദ്ദേഹം വിമർശിക്കും. കോൺഗ്രസ് ജയിക്കുന്നിടത്തെല്ലാം ജനാധിപത്യം, BJP ജയിക്കുന്നിടത്തെല്ലാം വോട്ടുമോഷണം, ഇതാണ് അദ്ദേഹത്തെ. പിന്നെ എന്ന് പാർലമെന്റ് കൂടിയാൽ അദ്ദേഹം അവിടെ വരില്ല. അത് മോദിയെ ഭയന്നിട്ടാണോ BJP ഭയന്നിട്ടാണോ എന്നറിയില്ല. ഇനി ഇദ്ദേഹത്തിന്റെ എന്തെങ്കിലും കള്ളത്തരം പൊക്കിക്കൊണ്ട് വരുമെന്ന് പറയുന്നത് ഇദ്ദേഹം വിദേശ രാജ്യത്തേക്ക് മുങ്ങും. എന്നിട്ട് ഈ പാർലമെന്റിൽ നടന്ന കാര്യങ്ങളെയൊക്കെ അവിടെ ചെന്ന് വിമർശിക്കും. ഇതാണ് സ്ഥിരം സ്വഭാവം. അപ്പോൾ ആ ഒരു നീക്കവുമായി ഇനി ഇങ്ങോട്ട് വരണ്ട എന്നുള്ള ഒരു ശക്തമായ താക്കീത് പോലെയാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ബീഹാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാതൃഭൂമിയുടെ ഒരു സർവേ ഒക്കെ വന്നു, ബീഹാറിൽ NDA തന്നെ അധികാരം പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർവേ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാ നമ്മൾ ഈ രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി ഇനി ഒന്നും വളരാനില്ല, അദ്ദേഹം സ്വയം വളരണമെന്ന് ഒരു ആഗ്രഹമില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും വിദേശ സ്നേഹം മാത്രമേ ഉള്ളൂ. ഇറ്റലിക്കാരായ ഒരു അമ്മയുടെ മകനാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഇന്ത്യയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഈ ചില ആൾക്കാരുടെ ഉപദേശത്തിന്റെ ഭാഗമാണോ പുള്ളിയുടെ അജണ്ടയുടെ ഭാഗമാണോ? എന്തായാലും ഈ പറയുന്നത് പോലെ അജണ്ട എന്നൊക്കെ പറഞ്ഞത് ചിന്തിക്കാനുള്ള ബുദ്ധി മൂളയൊക്കെ അതല്ല. അജണ്ട എന്ന് പറയുമ്പം നമ്മൾ ഈ ഭരണമൊന്നും വേണ്ട, അധികാരമൊന്നും വേണ്ട, ഉള്ള കാശ് മുച്ചീട്ട് കളിക്കാരൻ്റെ കൂട്ടുള്ള കാശ് മേടിച്ചാൽ അവസാനം അങ്ങ് ഇറ്റലി പോയാൽ മതി എന്നാ പുള്ളിയുടെ ഉള്ളിലെങ്കിലും നമ്മളല്ലേ പറയുന്ന പോലെ പുള്ളി മണ്ടനാന്ന് പറയുന്നത്. പുള്ളി മണ്ടനാണ് എന്ന് പറയേണ്ടി വരുന്നത് നമ്മളല്ലേ. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ കഥകൾ ഈ നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തിനകത്ത് വന്നില്ലേ, അദ്ദേഹം കല്യാണം കഴിച്ചിരുന്നു ബംഗ്ലാദേശിലെ കൊളംബിയയിലെ മയക്കുമരുന്ന് കച്ചവടക്കാരന്റെ മകളെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അതിനകത്തൊരു മകനും മകളും ഉണ്ട്. അപ്പം അതിനകത്ത് അദ്ദേഹം ഇതുവരെ നിഷേധിച്ചിട്ടില്ല. അതിന്റെ കൂടെ തന്നെ പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിലെ ഒരു രാജാവിന്റെ മകളെ ഗർഭിണിയാക്കി. അവസാനം ഇവന്റെ തൊഴിൽ കൊണ്ട് അവർ പറഞ്ഞു അലസിപ്പിച്ച് കളഞ്ഞാൽ ഇവന്റെ കൂടെ കല്യാണം കഴിക്കത്തില്ല. അതും അയാൾ നിഷേധിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പോകുന്നവർ നേരത്തെ വാജ്പേയി ഇരുന്ന കാലത്ത് വിദേശത്ത് പോയി ഡ്രഗ് അഡിക്ഷൻ നടത്തി അന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തിന്, അന്നും രാജ്യസ്നേഹി അദ്ദേഹം, നമ്മുടെ രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ആരുടെ അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിനകത്തുനിന്ന് വരുന്ന ആളും ഇന്ദിരാഗാന്ധിയുടെയും അല്ലെങ്കിൽ നെഹ്റുവിന്റെയും രാജീവിന്റെയും ഒക്കെ മകൻ അറസ്റ്റ് ചെയ്തു. ഇവിടെ റിപ്പോർട്ട് വന്നപ്പോൾ രാജ്യാന്തരമില്ലേ, ഒരു രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി പറ്റി അതങ്ങ് കളഞ്ഞേക്കാൻ പറഞ്ഞപ്പോൾ കളഞ്ഞിട്ട് ഇയാളെ വിട്ടതാ. അപ്പൊ അന്നേ ഇയാൾ ഈ മയക്കുമരുന്ന് കള്ളക്കച്ചവടം മറ്റേത് മറിച്ചതിലെ പറയത്തില്ല, ഇതേ രീതിയിലുള്ള പണിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇവർക്ക് അതിനുശേഷം ഇദ്ദേഹം ഈ വന്നപ്പോൾ ഞാൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ കൃത്യം ഒരു കഥ പറയാം, കള്ളക്കഥയൊന്നുമല്ല. ഇയാൾ ഈ പറയുന്ന പോലെ രാജ്യവിരുദ്ധ ശക്തിയുള്ള ഭാഗമാണ്. കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് നിന്നിരുന്നത്. കോൺഗ്രസ് ഇത് ചെയ്തിരുന്ന പണികളെല്ലാം അതൊക്കെ തന്നെയാണ്. കോൺഗ്രസ് ഇവിടെ ഈ പറയുന്നത് പോലെ 2047 2014 ശേഷം മോദി വന്നതിന് ശേഷം കണ്ടുപിടിച്ചൊരു കാര്യമുണ്ടല്ലോ. 2047 ഇസ്ലാമിക രാജ്യമാക്കുന്നതിന് വേണ്ടി SDPയും PFIക്കാരനും പണി നടത്തുന്നു. അവരുടെ പണി, ആ പണിയിൽ അവരാണ് ആ പണിക്കകത്ത് ഏറ്റവും അവസാനം ഒരു പരിധി വരെയെങ്കിലും വിജയിച്ചത്. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയത്, ആൾക്കാരെ സംഘടിപ്പിച്ചത്. അതിനുവേണ്ടി ദീർഘമായിട്ട് വളരെ പല പേരിൽ പല ആൾക്കാർ, സിമിയുടെ പേരിലായാലും NDFന്റെ പേരിലായാലും പലതിൻ്റെയും പല പേരിലായാലും ഇവിടുത്തെ ശക്തി നടത്തുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരുക്കമായിരുന്നു നടന്ന് അത് തകർത്തു. ഇതേ വർത്തമാനം അവർക്ക് വേണ്ടി വർത്തമാനം പറയുന്നത് ആരാ? പ്രതിപക്ഷ നേതാവല്ലേ, രാഹുൽ ഗാന്ധി അല്ലേ. ഏറ്റവും നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഒരു ടോക്കിനകത്ത് പറഞ്ഞ ഗാർഗയുടെ മകൻ കർണാടകയിൽ പറയുന്നില്ലേ ഈ പറയുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് വേണ്ടി. അപ്പൊ അവർക്ക് വേണ്ടി വർത്തമാനം പറയാൻ കോൺഗ്രസ് പണ്ട് നിന്നിരുന്നു, ഇന്ന് പരസ്യമായിട്ട് പറയുന്നു. ഇവിടുത്തെ ഏറ്റവും ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാരനെന്ന് പറയുന്ന എല്ലാവർക്കും വേദന എടുത്ത ഒരു സംഭവമാണ് സിന്ദൂർ. മനസ്സിലായില്ലേ? ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഭാര്യമാരുടെ മുമ്പിൽ വെച്ച് ഭർത്താക്കന്മാരെ വെടിവെച്ച് കൊന്നിട്ട് മതം നോക്കി മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നതിനെ ന്യായീകരിച്ച കോൺഗ്രസും ന്യായീകരിച്ച രാഹുൽ ഗാന്ധിയുമാണ്. അന്ന് ന്യായീകരിച്ച കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ ഒരു വിഷയം വന്നപ്പോൾ ഈ പറയുന്ന കർണാടകയിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, നേരത്തെ മുൻ കാശ്മീരിൽ നിന്നുള്ള മന്ത്രി ഉണ്ടായിരുന്നു, മഹാരാഷ്ട്രയിൽ നിന്നുള്ള MLA ഇല്ലായിരുന്നു.
ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാം പറഞ്ഞത് അത് ശരിയാ, ഭീകരവാദികൾ ചെയ്ത് ശരിയാണെന്നല്ലേ. അത് തന്നെയല്ലേ അവരുടെ പ്രധാനപ്പെട്ട ഈ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അല്ല, നമ്മുടെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ യുദ്ധത്തിൽ ജയിച്ചെന്ന് ലോകത്തിന് നമ്മൾ തെളിവുകൾ നിരത്തുമ്പോൾ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഉപയോഗിച്ച് ലോകം അംഗീകരിക്കുമ്പോൾ ഇന്ത്യ ലോകം അറിയാതെയെങ്കിലും അല്ലെങ്കിൽ നിവൃത്തികൾ കൊണ്ട് അംഗീകരിക്കുകയാണ്. കാരണം തെളിവുകൾ നിൽക്കുകയാണല്ലോ. ഇന്ത്യ മാത്രം ആ സമയത്ത് ഇന്ത്യ ജയിച്ചിട്ടില്ല, ഇന്ത്യയുടെ വിമാനം നഷ്ടമായി എന്ന് പറയുന്ന ഒരു രാഹുൽ ഗാന്ധി അല്ലേ കണ്ടത്. മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് എന്തെല്ലാം കലാപങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു, എന്തെല്ലാം വർത്തമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ധന്യ പറഞ്ഞതുപോലെ നേരത്തെ അയാൾ പറഞ്ഞ വർത്തമാനം എന്തോ, ഇവിടുത്തെ ഏറ്റവും നല്ല ജനാധിപത്യ സംവിധാനം, ആ ജനാധിപത്യ സംവിധാനത്തിനകത്ത് മിഷനകത്ത് പ്രശ്നമാണെന്നാണ് പറഞ്ഞു. അയാൾ പറഞ്ഞ ഒരു വിഷയമാണ് അത്. പ്രശ്നമേ ഇല്ലെന്നുള്ള കാര്യം, അവർ ജയിക്കുമ്പോൾ മിഷന് കുഴപ്പമില്ലെന്നുള്ള കാര്യം ഇത് ജനത്തിന് മനസ്സിലായി. ഇപ്പോൾ അയാൾ വന്നതിന് ഈ പറയുന്ന പോലെ ഭരണഘടനാ സംവിധാനമാണല്ലോ ഈ ഇലക്ഷൻ കമ്മീഷൻ, അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് കണ്ടു. അയാൾ സമരം നടത്തി. വോട്ട് ചോരി, അതായത് ജനാധിപത്യത്തിൽ കൂടി അല്ല ഇവിടെ അധികാരത്തിലിരിക്കുന്നത്, അതിനുവേണ്ടി അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നിരിക്കും. വോട്ട് ചോരി എന്ന് പറയുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്, വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് തിരിമറി നടത്തുന്നു. അതിനുവേണ്ടി SIR നടപ്പാക്കുന്നതിന് വേണ്ടി പുള്ളി പറഞ്ഞെന്തോ, അനധികൃതമായിട്ടുള്ളവരെ ഒഴിവാക്കുന്നു. അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടിനുണ്ട്. എന്നിട്ട് ഇവിടെ ഇല്ലാത്ത ബംഗ്ലാദേശികളെയും രോഹിംഗ്യങ്ങളെയും കൂടെ ഈ വോട്ട് ചോരിയുടെ പേരിൽ, അവർക്ക് നമുക്ക് വോട്ട് കൊടുക്കാൻ അർഹതയില്ലാത്തവരാണല്ലോ, അവർക്ക് അല്ലെ ആധാർ കാർഡ് ഉണ്ടാക്കി വോട്ട് കൊടുത്തവരെ നീക്കം ചെയ്താണല്ലോ, അവരെ സംഘടിപ്പിച്ച് ഇയാൾ ബീഹാറിൽ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയില്ലേ, ഇവിടെ കലാപം ഉണ്ടാക്കാൻ നോക്കിയില്ലേ. എന്നിട്ട് ഈ പറയുന്നത് പോലെ ഇവരെ സംഘടിപ്പിച്ച്, അത് അനധികൃതമായിട്ടുള്ള ഇവരെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ സംഘടിപ്പിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് ക്രമക്കേടുണ്ടെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ക്രമക്കേട് ഉള്ളവനെ വെളിയിൽ ചാടിച്ച അവനെ ഉപയോഗിച്ച് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതേ രീതിയിലുള്ള ഇതിൻ്റെ ടൂൾ കിറ്റ് എവിടുന്ന പുള്ളി കൊണ്ടുവന്ന് ഇത് നമ്മൾ കണ്ടില്ലേ. ഇപ്പോൾ രാജ്യവിരുദ്ധ ശക്തിയല്ലേ. അപ്പോൾ ഇത് വളരെ കാലമായിട്ട് ഇയാൾ ചെയ്യുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് 2.5 നമ്മുടെ ശത്രുക്കൾ ആരാ, 2 ശത്രുക്കൾ എപ്പോഴും നമ്മൾ കരുതിയിരിക്കണം. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു, ഒന്നുകിൽ ബംഗ്ലാദേശും ചൈനയും കാണും, അല്ലെങ്കിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും കാണും, അല്ലെങ്കിൽ പാകിസ്ഥാനും ചൈനയും കാണും. അതിൻ്റെ കൂടെ ഒരു 0.5 ഉണ്ട്. ആരാ? ആഭ്യന്തര ശത്രു. അതാരാന്ന് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ആരാ? ഈ പ്രതിപക്ഷ പാർട്ടിയും ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധിയോ. അതിപ്പോൾ അതാണ് അമിത്ഷാ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർ വളരെ കൃത്യമായിട്ടാണ് BJP എന്തു കൊണ്ടുവന്നാലും അതങ്ങോട്ട് പുള്ളി അങ്ങോട്ട് സമരം ചെയ്യട്ടെന്ന് പറയും. സമരം ചെയ്ത് ഇങ്കുലാ ചിന്താവാ എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഇവരിങ്ങനെ കാണിക്കും. മനസ്സിലായില്ലേ? കണ്ടില്ലേ? അതുകൊണ്ടില്ല, അവൻ ചെയ്യുന്ന പണി കണ്ടോ? ഇതാ ഇന്ത്യ വിരുദ്ധ പണി. അടിയും മേടിച്ച് ഇന്ത്യ വിരുദ്ധ പണിയാ കണ്ടോ? അല്ലാതെ ആദ്യമേ ഒന്നും ഇല്ലല്ലോ. വേറെ ഇത് ഇവരെ കൊണ്ട് ഇയാൾ അതിങ്ങനെ ഇപ്പൊ ഇയാൾ അങ്ങനെ ആയി. അല്ല, ആളുകൾ പറയുന്നത് മോദിയുടെ ഐശ്വര്യം. അല്ല, മോദിയുടെ ഐശ്വര്യം. ഞാൻ ഒരു പ്രാവശ്യം ഇത് കേട്ടോ. ഇനി ഈ ഒരു കഥ പറഞ്ഞു, ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുണ്ട്. ആരാന്ന് ഞാൻ പറയത്തില്ല. നേതാവ്, RSSന്റെ ഏറ്റവും നേതാവ്. നമ്മൾ മുമ്പേ ഒരു ചാനലിനകത്ത് ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, വീട്ടിൽ വന്നു. നമ്മുടെ ബന്ധുവാ, ദേശീയ നേതാവ്. പുള്ളി വീട്ടിൽ വന്നപ്പോൾ അപ്പം സുരേന്ദ്രൻ കോന്നി മത്സരിക്കുന്ന സമയത്ത്, ഇവിടെ കോന്നി മത്സരിക്കുന്ന സമയത്ത് അന്ന് ജയിക്കുന്നൊക്കെ പുള്ളിക്കാണ് കേരളത്തിൽ ചാർജ് ചെയ്യണുണ്ട്. അപ്പോൾ അവിടെ കാര്യത്തിന് വന്ന് അമ്മയുടെ കാലൊടിഞ്ഞിരിക്കുകയാണ് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇലക്ഷനാണ്. ആദ്യത്തെ പ്രാവശ്യം 77 സീറ്റും കണ്ടുണ്ട്. ആരാ? UP-യിൽ. ഇപ്പോൾ UP-യിൽ SP-യും BSP-യും കൂടെ മത്സരമാണ്. SP-യും BSP-യും കൂടെ മത്സരം. അപ്പം തീർന്നല്ലോ. SP-യും BSP-യും കൂടെ ഒന്നിച്ച് വന്നാൽ കോൺഗ്രസ് കൂടെ ചേർന്നിട്ടില്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ BJP ഒറ്റയ്ക്ക് ഇന്ന് ഒന്നും കിട്ടത്തില്ല. 70% വോട്ടായി, 2-3 പേരുടെയും കൂടെ കൂട്ടി. അപ്പം ഞാനിവിടെ വന്ന് പുള്ളിയെടുത്ത് ചോദിച്ചു, നമ്മൾ ഇതിനകത്ത് തമാശയായിട്ട് പുള്ളിയെടുത്ത് ചോദിച്ചു, ഈ എല്ലാവരെയും കയ്യിലെടുക്കുവാണല്ലോ, അല്ലെങ്കിൽ ഓരോരുത്തരെ പർച്ചേസ് ചെയ്യുന്നതെന്നല്ല നമ്മൾ കേൾക്കുന്നത്. ഇത്ര MLA-മാരെ പോയി അമിത്ഷാ പർച്ചേസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇനി ആരെയാണ് പർച്ചേസ് ചെയ്യുന്നത്? അതുപോലെ ഈ UP-യിൽ ഇപ്രാവശ്യം ഓക്കെ ആയല്ലോ, ജയിക്കത്തില്ലല്ലോ, UP ജയിച്ചില്ലേ, കിട്ടത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. 2014 ശേഷമുള്ള ഇലക്ഷൻ, 2019 ഇലക്ഷൻ. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് ഒരു കാര്യം പുള്ളി പറഞ്ഞ് ചിരിച്ചോണ്ട്, എടാ ഞങ്ങളൊക്കെ വിചാരിക്കുന്ന ഈ രാഹുൽ ഗാന്ധിയെ തന്നെ അമിത്ഷാ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. സത്യം അയാൾ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ തന്നെ അമിത്ഷാ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. പിന്നെ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത് പുള്ളി എങ്ങനെ പറഞ്ഞു? സത്യം അത് തന്നെ ഞങ്ങൾക്ക് സംശയമുണ്ട്. കാരണം ഇയാൾ ചെയ്യുന്നതെല്ലാം BJPക്ക് അനുകൂലമാണ്. ഇപ്പോൾ ഈ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേൾക്കേണ്ടതാണ്. അതാണ് RSS. അയാൾ പറഞ്ഞു, എടാ അവിടെ യാദവരും പറയ സമുദായം ഉണ്ടല്ലോ, SP-യുടെ എനിക്കൊന്ന് ഈ BSP-യുടെ പറയ സമുദായത്തിൻ്റെ വോട്ടാണ്, യാദവരുടെ വോട്ടാണ് പ്രധാനമായിട്ട് മറ്റേനകത്ത് മുസ്ലിങ്ങളിലുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ താഴെത്തട്ടിൽ ഒക്കത്തേ ഇല്ല. മേളിൽ 2 പേരോട് ഇരുന്നിട്ട് സഖ്യം ഉണ്ടാക്കിയാൽ താഴെത്തട്ടിൽ ഒക്കത്തില്ല. അതുകൊണ്ട് നീ നോക്കിക്കോ, ഒരു 67 സീറ്റ് 69 സീറ്റ് ഈ പ്രാവശ്യം കിട്ടും. അയാൾ പറഞ്ഞ 67 സീറ്റ് അയാൾ അവിടെ വെച്ച് പറഞ്ഞിട്ട് പോയാൽ സീറ്റ് 2ാം ഇലക്ഷൻ വന്നപ്പോൾ അവിടെ കിട്ടുക UP-യിൽ. അപ്പോൾ അവിടെ കാൽക്കുലേഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ RSSന്റെ കാൽക്കുലേഷൻ്റെ കാര്യം പറഞ്ഞതാണ്. UP-യിലെ 2ാമത്തെ ഇലക്ഷൻ ഈ പറയുന്നത് പോലെ
സഖ്യം ഉണ്ടാക്കിയിട്ട് അത് ഒക്കത്തില്ല, ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് പുള്ളി പറയുന്നതിൻ്റെ കൂടെ അയാൾ ഞാനിങ്ങനെ തമാശയ്ക്ക് എല്ലാവരെയും പർച്ചേസിൻ്റെ കൂടെ ഇനി ആരാ കോൺഗ്രസ് നേതാവിനെ പർച്ചേസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ പുള്ളി അന്ന് പറഞ്ഞാൽ അയാളെയൊക്കെ എന്നേ ഈ പറഞ്ഞതുപോലെ അമിത്ഷാ പർച്ചേസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്, അല്ല ഏതെങ്കിലും ബോധമുള്ളവനെ ഒരു ബൂത്ത് പ്രസിഡന്റ് എങ്കിലും നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണോ? ശരി, ഇപ്പോഴും തന്നെ ഇയാളെ ചൂണ്ടിക്കാണിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ബീഹാറിൽ ഇയാൾ ചെയ്ത പരിപാടി കണ്ടില്ലേ, ബീഹാറിൽ ഇയാളുടെ വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇറങ്ങി ഉള്ള ആൾക്കാർ വലിയ ആളും പേരൊന്നുമില്ല, ഈ പാവം പിടിച്ച കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കൂടെ വലിയ വെള്ളം ഉണ്ടാക്കി അവസാനം ഏതാണ്ട് ഒരുത്തം വന്ന് വഴിയെ പോയാണ്. ഇനി ആരാന്ന് പോലും എനിക്കരുത്, BJP-ക്കാർ നരേന്ദ്രമോദിയുടെ അമ്മയ്ക്ക് 4 പറഞ്ഞിട്ടങ്ങ് പോയി, തീർന്നില്ലയോ? 1,00,000 പേര് പങ്കെടുക്കുമെന്ന് പറഞ്ഞ സമാപന സമ്മേളനത്തിനകത്ത് 10,000 പേര് പോലും ഉള്ളായിരുന്നു. അവിടുന്ന് അന്ന് വിഷമം തീർക്കാൻ പട്ടാരയിലും അങ്ങാണ്ട് പോയതാ, പെണ്ണുമ്പിള്ള വീട്ടിൽ അങ്ങാണ്ട് പോയി, ഇന്നലെ അങ്ങാണ്ടാ വന്ന് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അവിടെ ചെന്നിറങ്ങി, അവിടെ വിഷയം അവിടെ പറഞ്ഞ് ഇയാൾ ഇവിടെ വരണ്ട. ആരാ ഈ മറ്റേ തേജസ്വി വരണ്ട, പൊക്കോളം പറഞ്ഞു. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്യാനൊക്കും ഇയാളെ കൊണ്ട് ഇയാൾ അവിടെ ചെന്നാലേ എനിക്ക് വന്ന് BJP കൊണ്ടുപോവാ ചുമ്മി. ഇതുവരെ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ BJP പൊക്കി എടുത്ത് കൊണ്ടിട്ടേക്കുവാ. ഇയാൾ വന്നേ നോക്കത്തുള്ളന്ന്, രാഹുൽ ഗാന്ധി വന്നേ നോക്കും പ്രചരണത്തിന്. അതാ എന്നിട്ട് ഇനി ഇത് പറയുകയും ചെയ്യാമല്ലോ. അപ്പൊ ഇത് തമാശയല്ലേ, ഇങ്ങനത്തെ നമ്മളിങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾക്ക് മനസ്സിലാവുന്ന പൊളിറ്റിക്സ് അത് തന്നെയല്ലേ. കാരണം ഇത് വിജയിച്ചായിരുന്നെങ്കിൽ ഓക്കെ, ഇയാളുടെ പൊളിറ്റിക്സ് ശരിയാണ്, പാകിസ്ഥാന് വേണ്ടി പറയുന്നു, ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് പറയുന്നു, ഇന്ത്യ വിരുദ്ധ പറയുന്നു, മറ്റു പറയുന്നു, മറിച്ച് പറയുന്നു, പാർലമെൻറ്റിൽ പറയുന്നു, മറ്റ് എല്ലാം പാർലമെൻറ്റിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, ബാലബുദ്ധി, അത് ബാലബുദ്ധിയോ ഇയാളെ വിളിക്കുന്ന ബാലബുദ്ധി, മൊത്തം പരാജയം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പരാജയമെന്ന് പറഞ്ഞാൽ അല്ലെന്നാലും ഇത് എനിക്ക് സങ്കടമുള്ളവർക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഇയാൾ എന്നിട്ട് ഒന്നും അറിയാത്തോണം. ഞാൻ വേറെ ഒരു ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടതിൽ വെറുതെ കുപ്പിയിൽ വെള്ളം എടുത്ത് തലയെ അതുപോലെ ആ കാശ്മീരിൽ പോയി അയച്ചുകെട്ട വാരി അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുവാൻ എത്തും. എന്നിട്ട് ആ കൈയൊക്കെ പുറകെ കെട്ടി എന്നാലും ചോദിക്കല്ല, എന്നാൽ താമസമല്ലേ, എനിക്ക് സങ്കടം വരും കേട്ടെ. ഞാൻ ഒരാടുത്ത് ചോദിച്ചു, നമ്മൾ പറയുന്നത് ശരിയല്ല, ഈ നമ്മുടെ ഓട്ടിസം ബാധിച്ച പിള്ളേരുണ്ടല്ലോ, അതിൻ്റെ 10% ഇയാൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഇത് അങ്ങനത്തെ ഒരു ലക്ഷണങ്ങളായി കാണിക്കുന്നത്. കാരണം എന്തുവാന്ന് പുള്ളിക്ക് അറിയത്തില്ല. എന്തുവാനും ദൈവാനുഗ്രഹം ഉണ്ട്, ഓട്ടിസം ബാധിച്ചവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവത്തില്ലല്ലോ. അല്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും? മനസ്സിലായി, ചിലപ്പോൾ മിസൈലൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചു വിടാന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാനൊക്കും? പാകിസ്ഥാന് വേണ്ടി ഈ മിസൈലുകൾ നമ്മൾ ഇന്ന് ഇന്ത്യയിലേക്ക് വിടുന്നെന്ന് എന്ത് ചെയ്യാൻ? അതെ നമുക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ സഹോദരനാണ്. അപ്പം നമ്മൾ ഒത്തിരി വട്ടം ഞാൻ മോദിയൊക്കെ ഇരുന്നപ്പോൾ ഉപദ്രവിച്ചിട്ടുള്ള, ഞാൻ പ്രധാനമന്ത്രിയായപ്പോൾ ഞാൻ തിരിച്ച് ഇന്ത്യയിലോട്ട് തന്നെ അങ്ങനെയൊക്കെ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തികേടായി പോകത്തില്ല. അപ്പോൾ ഏതായാലും ഇതാണ് ഇപ്പോൾ അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ ഇപ്പോൾ ഇയാളെ വെച്ച് അവിടെ പ്രചരണം നടത്തുന്നത്, വേറെ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നല്ലോ. ഇലക്ഷൻസിനകത്ത് ഇയാൾ വന്നവിടെ ചാടിയിട്ടുണ്ടപ്പോൾ ഇയാൾ എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറഞ്ഞ കാര്യമൊക്കെ വിളിച്ചു പറഞ്ഞ് ഇപ്പം ഇവിടെ പോയത് മാത്രം മതിയില്ല, നിക്കർ ഇട്ടുകൊണ്ട് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഓട്ടോറിയുടെ യാത്ര കഴിഞ്ഞിട്ട് അവിടെ പോയി നിക്കർ ഇട്ടുകൊണ്ട് നിൽക്കുന്ന പടം മൊത്തം കഴിഞ്ഞിട്ട് വന്നായിരുന്നു. അത് മാത്രം മതിയുണ്ട്, അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പ്രചരണം നടത്തുക, കാര്യങ്ങൾ നടത്തുക. എന്തായാലും അത് ഇപ്പോഴത്തെ റിസൾട്ടൊക്കെ അനുസരിച്ച് ഓക്കെ ആയി ബീഹാർ. മനസ്സിലായില്ലേ? ഈ ഇലക്ഷന് മുമ്പ് യാതൊരു സാധ്യതയും നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ BJP-ക്ക് ഇല്ലെന്നായിരുന്നു. കാരണം ലയാക്ക് ആ പാടെ ഒരു ഓർമ്മയില്ല. ഒരു പ്രാവശ്യം മോദി ഒരു വികസന പരിപാടിക്ക് ഇലക്ഷന് മുമ്പ് വന്നിരുന്നു, പുള്ളി നോക്കി നിതീഷ് കുമാറിന്റെ കാര്യം പറഞ്ഞു, ഇതാരാ ഇരിക്കുന്നത്? അത്രയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. അയാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി കേട്ടാൽ ഇപ്പോഴും അവർ ഇലക്ഷൻ നേരിടുന്നേ ഓർമ്മയില്ല. കാരണം പ്രായത്തിന്റെ പ്രശ്നമാണ്, ഞാൻ കളിയാക്കി പറഞ്ഞല്ല. അത്രയ്ക്ക് ഓർമ്മയില്ലാത്ത ആളിനെ ഇരുത്തിയാണ് ഒരിപ്പോഴും എഴുതുന്നത്. അപ്പം ഇത് BJP-യുടെ രാജ്യഗ്രഹം തന്നെ. അവരൊരിക്കലും ഫുൾ സെക്യൂരിറ്റി അവിടെ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെക്കാട്ടി വലിയ സെക്യൂരിറ്റിയാണ്. ഇയാളെ ഉമ്മര് തന്നെ കച്ചാൻ സാധ്യതയുണ്ട്. കാരണം ഈ റോബർട്ട് വാദ്ര ഇല്ലേ ഒന്ന് നിൽക്കുന്ന അപ്പുറത്ത്. ഇതിന് ശേഷം സാധ്യത ആർക്കാ? റോബർട്ട് വാദ്രയുടെ പെണ്ണുപിള്ളയ്ക്കാ എന്തെങ്കിലും സംഭവിച്ചാലേ. അപ്പം രാഹുൽ ഗാന്ധി പോലും അറിയത്തില്ല. പ്ലൂട്ടോണിയം വായി പോവും. മനസ്സിലായില്ലേ? ശരി.